കെ ബാബുവാണ്. തന്നെ ഈ ലൈനിൽ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ലെന്ന് നമുക്കറിയാം. എങ്കിലും താൻ കടന്നു വന്ന് പാടുന്ന ഗാനങ്ങളെല്ലാം നമുക്ക് ആശ്വാസവും പ്രത്യാശയും പ്രചോദനവുമായി തീർന്നിട്ടുള്ള ഗാനങ്ങളാണ്. ഇന്ന് രാത്രി അതുപോലെ ഒരു നല്ല ഗാന ശ്രവണത്തിന് വേണ്ടി നമ്മൾ ഒരുമിച്ച് കാതോർത്തിരിക്കുമ്പോൾ, പ്രാർത്ഥനാപൂർവ്വം ദൈവസന്നിധിയായിരിക്കുമ്പോൾ കഥാദാസൻ ബ്രദർ കെ ബാബുവിനെ ഗാന ശുശ്രൂഷയ്ക്കായി ഒക്ലഹോമ പ്രയർ ലൈൻ പാർട്ട്നേഴ്സ് നാമത്തിൽ ക്ഷണിച്ചോളൂ. ആമേൻ. സ്തോത്രം. താങ്ക് യു. ഇന്നുമെന്നും എന്നാശ്രയമായി ഇങ്ങിനിമേശു മതിയാം. എന്നാദിയെല്ലാം ഒന്നായകന്നു പോകുന്നു തൻ ചാരി വരുമ്പോൾ. എന്നാദിയെല്ലാം ഒന്നായകന്നു പോകുന്നു തൻ ചാരി വരുമ്പോൾ. ഞാൻ ആശ്രയിക്കും എൻ ദൈവമെന്നെ അനാഥനായി കൈവിടുമോ. ഞാൻ ആശ്രയിക്കും എൻ ദൈവമെന്നെ അനാഥനായി കൈവിടുമോ. കണ്ണീർ തുടച്ചും കൈകൾ പിടിച്ചും കാത്തിടും കൺമണി പോലെ. കണ്ണീർ തുടച്ചും കൈകൾ പിടിച്ചും കാത്തിടും കൺമണി പോലെ. എന്നുമെന്നും എന്നാശ്രയമായി ഇങ്ങിനിമേശു മതിയാം. എന്നാദിയെല്ലാം ഒന്നായകന്നു പോകുന്നു തൻ ചാരി വരുമ്പോൾ. എന്നാദിയെല്ലാം ഒന്നായകന്നു പോകുന്നു തൻ ചാരി വരുമ്പോൾ. ജീവൻ വെടിഞ്ഞ എൻ ജീവനാഥൻ ജീവിക്കുന്നത്യുന്നതനായി. ജീവൻ വെടിഞ്ഞ എൻ ജീവനാഥൻ ജീവിക്കുന്നത്യുന്നതനായി. അവനുണ്ടെനിക്ക് എല്ലാമായെന്നും അവനിയിൽ കരുതുവാനായി. അവനുണ്ടെനിക്ക് എല്ലാമായെന്നും അവനിയിൽ കരുതുവാനായി. ഇന്നുമെന്നും എന്നാശ്രയമായി ഇങ്ങിനിമേശു മതിയാം. എന്നാദിയെല്ലാം ഒന്നായകന്നു പോകുന്നു തൻ ചാരി വരുമ്പോൾ. എന്നാദിയെല്ലാം ഒന്നായകന്നു പോകുന്നു തൻ ചാരി വരുമ്പോൾ. കഷ്ടതകളിൽ മാറാത്ത നല്ല കർത്താവെനിക്കുള്ളതിനാൽ. കഷ്ടതകളിൽ മാറാത്ത നല്ല കർത്താവെനിക്കുള്ളതിനാൽ. കലങ്ങാതെയുലകിൽ പുലരുന്നു ദിനവും കൃപയാലേ ഹല്ലേലൂയ. കലങ്ങാതെയുലകിൽ പുലരുന്നു ദിനവും കൃപയാലേ ഹല്ലേലൂയ. ഇന്നും എന്നും എന്നാശ്രയമായി ഇങ്ങിനിമേശു മതിയാം. എന്നാദിയെല്ലാം ഒന്നായകന്നു പോകുന്നു തൻ ചാരി വരുമ്പോൾ. എന്നാദിയെല്ലാം ഒന്നായകന്നു പോകുന്നു തൻ ചാരി വരുമ്പോൾ. എന്നാദിയെല്ലാം ഒന്നായകന്നു പോകുന്നു തൻ ചാരി വരുമ്പോൾ. ആമേൻ. സ്തോത്രം. താങ്ക് യു. ആമേൻ. പ്രൈസ് ദി ലോർഡ്. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ഗാനം നമുക്ക് കേൾപ്പാൻ തക്കണം. കർത്താവ് സഹായിച്ചല്ലോ.
നമ്മുടെ ആദിയെല്ലാം അവന്റെ ചാരെ വരുമ്പോൾ, അവന്റെ അരികിൽ വരുമ്പോൾ, അവന്റെ സമീപെ അണയുമ്പോൾ നമ്മുടെ ആദിയെല്ലാം മാറ്റിക്കളയുന്ന, മാറിപ്പോകുന്ന ഒരു സാന്നിധ്യം. ലോകത്തിൽ ആർക്കും, ഈ പ്രപഞ്ചത്തിൽ ആർക്കും ക്ലെയിം ചെയ്യാൻ കഴിയാത്ത ഒരു പ്രത്യേക സാന്നിധ്യമാണത്. നമ്മൾ ഒന്നും പറയാതെ, നമ്മളൊന്നും ചെയ്യാതെ ആ ദൈവ സാന്നിധ്യത്തിന് അരികിലേക്ക് ചെന്ന് ആ സാന്നിധ്യത്തിൽ നമ്മൾ ലയിച്ചു ചേരുമ്പോൾ നമ്മുടെ ആദികളും വ്യാധികളും നിരാശകളും എല്ലാം മാറിപ്പോകുന്നത് നമുക്ക് കാണുവാൻ തക്കണം കഴിയുന്നു. ആ നല്ല സാന്നിധ്യം ഇതുവരെ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നത് കൊണ്ടാണ് ഇന്ന് രാത്രിയിൽ പ്രഭാതത്തിലുമായിട്ട് നമ്മൾ ഒരുമിച്ച് ഈ ലൈനിലായിരിക്കുന്നത്. തുടർന്നും ആ സാന്നിധ്യത്തിന്റെ സാമീപ്യം അനുഭവിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ കർത്താവ് എല്ലാവർക്കും കൃപ നൽകട്ടെ. അനുഗ്രഹീത ഗാനം നമുക്ക് വേണ്ടി ആലപിച്ച കർത്താവ് ദാസനോടുള്ള നന്ദി പ്രേരണ നാമത്തിൽ അറിയിക്കുന്നു. തന്നെയും തന്റെ കുടുംബത്തെയും തന്റെ ശുശ്രൂഷയോട് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവിന് വേണ്ടി ഇനിയും പാടുവാൻ തന്റെ ശബ്ദത്തെ കർത്താവ് അനുഗ്രഹിക്കട്ടെ. താങ്ക് യു സോ മച്ച് ഫോർ ദ ബ്ലെസ്ഡ് ആൻഡ് ബ്യൂട്ടിഫുൾ സോങ്. തുടർന്ന് നമ്മൾ ദൈവവചനത്തിന് മുമ്പാകെ ആയിരിക്കുന്നു. ഇന്ന് രാത്രിയിൽ നമ്മൾ ദൈവവചനം സംസാരിക്കാൻ കടന്നു വന്നിരിക്കുന്ന കർത്താവിന്റെ ദാസൻ പാസ്റ്റർ എസ് അബ്രഹാമിനെ പരിചയപ്പെടുത്തുന്നതിന് എനിക്ക് സന്തോഷമുണ്ട്. കോവിഡിന്റെ മൂർധന്യാവസ്ഥയിൽ നമ്മളൊക്കെ അറിഞ്ഞതും നമ്മളൊക്കെ പ്രാർത്ഥിക്കുകയും ചെയ്ത ഒരു സംഭവമായിരുന്നു. ഇൻഡോറിൽ ഒരു കുടുംബത്തിലെ 3 പേര്, മാതാവും പിതാവും മകനും അടുത്തടുത്ത് മരിച്ചു. മാതാവിനെയും മകനെയും കൂടെ ഒരുമിച്ച് അടക്കം ചെയ്ത ഒരു അനുഭവമൊക്കെ നമ്മൾ പിക്ചർ കാണുകയും വാർത്ത അറിയുകയും നമ്മൾ ആ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്തു. ആ മാതാവും പിതാവും സഹോദരനും ഇന്ന് നമ്മളോട് ദൈവവചനം ശുശ്രൂഷിക്കുന്ന കർത്താവിന്റെ ദാസന്റെ ഭാര്യ, സഹോദരനും ഭാര്യയുടെ മാതാപിതാക്കളുമാണ്. എന്ന് പറയുമ്പോൾ ജെസ്സിയുടെ പപ്പായുടെ ഒരു കസിനോടാണ് തന്റെ കർത്തദാസന്റെ ഭാര്യ പ്രിയ ജോളിമാമ. അവര് ഇൻഡോറിനടുത്ത് മാവു എന്ന് പറയുന്ന സ്ഥലത്ത് കർത്താവിന്റെ വേലയിലായിരിക്കുന്നു. അവർ തന്നെ താൻ തന്നെ കുറച്ചുകൂടെ അവരുടെ വേലയെക്കുറിച്ച് നമ്മളെ പരിചയപ്പെടുത്തും. അതുകൊണ്ട് ഞാൻ കൂടുതൽ കാര്യങ്ങൾ അവിടെ കടക്കുന്നില്ല. എന്നാൽ ദൈവകൃപയാൽ അവരെ ഇപ്പോൾ അവരുടെ ഒരു മകൻ ന്യൂയോർക്കിലുണ്ട്. ആ മകന്റെ അടുത്ത് ഒന്ന് വരുവാൻ, കൊച്ചുമക്കളെ കാണുവാൻ ഒരു അവസരം അവർക്ക് കിട്ടി. അങ്ങനെ അവരവിടെ ആയിരിക്കുന്നു. അവിടെ നിന്നാണ് നമ്മളോടൊപ്പം ഇന്ന് രാത്രിയിൽ ആയിരിക്കുന്നത്. കുടുംബത്തെ ഓർത്ത്, അവരുടെ പ്രവർത്തനങ്ങളെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എനിക്ക് അവിടെ പോയി, ആ പ്രദേശത്ത് പോയി കാണുവാൻ അവസരം ലഭിച്ചിട്ടുണ്ട്. ആത്മാർത്ഥതയോടുകൂടി കഴിഞ്ഞ നാളുകളിൽ കർത്താവിനെ വേലയിലായിരിക്കുന്ന പ്രിയ കുടുംബത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. തുടർന്നുള്ള സമയം വളരെ പ്രാർത്ഥനാപൂർവ്വം നമുക്ക് ദൈവത്തിലായിരിക്കാം. കർത്താവദാസനിലൂടെ കേൾക്കുന്ന അനുഭവ സാക്ഷ്യവും ദൈവവചനവും തന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ആലോചന നമ്മളുമായിട്ട് പങ്കുവെക്കുമ്പോൾ അത് നമുക്ക് എല്ലാവർക്കും ഒരുപോലെ അനുഗ്രഹമായി തീരുവാൻ, നമ്മുടെ പ്രത്യാശ വളർത്തുന്നതായി തീരുവാൻ, നമുക്ക് പ്രചോദനകരമായി തീരുവാൻ പ്രാർത്ഥനാപൂർവ്വം നമ്മൾ ദൈവത്തിലായിരിക്കുമ്പോൾ നമ്മുടെ എല്ലാവരുടെയും പേരിൽ പാസ്റ്റർ എസ് അബ്രഹാമിനെ ഒക്ലഹോമ പ്രയർ പാർട്ട്നേഴ്സിന്റെ നാമത്തിലും നമ്മുടെ എല്ലാവരുടെയും പേരിൽ വചനഘോഷണത്തിനായി ക്ഷണിച്ചോടും. എന്റെ ശബ്ദം കേൾക്കാമെന്ന് വിശ്വസിക്കുന്നു. ക്ലിയറാ. താങ്ക് യു. ഓക്കെ. ഈ ഒക്ലഹോമ പ്രയർ ലൈനിലുള്ള എല്ലാ ദൈവമക്കൾക്കും ക്രിസ്തുയേശുവിൽ എന്റെ നന്ദി അറിയിക്കുന്നു. ഈ പ്രാർത്ഥനയിൽ എനിക്കും നിങ്ങളോടൊപ്പമായിരിക്കുവാനും ആ പ്രാർത്ഥനയിൽ സംബന്ധിപ്പാനും ഈ നല്ല അവസരം എനിക്ക് ഒരുക്കിയിരുന്ന പാസ്റ്റർ റജി ഫിലിപ്പിനോടുള്ള എന്റെ നന്ദി അറിയിക്കുന്നു. അതുപോലെ ഈ പ്രയർ ലൈൻ ലീഡ് ചെയ്യുന്ന സാജനായും സഹോദരി ബിജിക്കും കുടുംബത്തിനും എൻ്റെ ഹൃദയംഗമായ നന്ദി അറിയിക്കുന്നു. പിന്നെ സന്ധ്യാസമയം, ഈ രാത്രി സമയം ഞങ്ങളോടൊന്നിച്ച് ഈ പ്രാർത്ഥനയിൽ സംബന്ധിപ്പാൻ കർത്താവ് കൃപ തന്നല്ലോ. കർത്താവ് ഈ ഒക്ലഹോമ പ്രയർ ലൈനിന്റെ മൂലം അനേകർ വിടുവിക്കപ്പെടുവാനും അനുഗ്രഹിക്കപ്പെടുവാനും ദൈവമിടയാക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. എൻ്റെ പേര് ഞാൻ എന്നെ അല്പമായി പരിചയപ്പെടുത്തുവാൻ താല്പര്യപ്പെടുന്നു. ഞാൻ ഇപ്പോൾ ന്യൂയോർക്കിൽ എൻ്റെ മോൻ്റെ കൂടെ വിസിറ്റിംഗ് വിസയിൽ ഞാനിവിടെ വന്നതാണ്. ഈ മാസം 2-ാം തീയതി ആയിരുന്നു വന്നത്. അത് കഴിഞ്ഞ ഒരാഴ്ച കഴിഞ്ഞു. എൻ്റെ വീട് പത്തനംതിട്ട വാര്യാപുരം എന്നറിയപ്പെടുന്ന ഒരു ചെറിയ സ്ഥലത്താണ് എൻ്റെ വീട്. ഞാനൊരു നാമധേയ ക്രിസ്തീയ സമൂഹത്തിൽ ജനിച്ച് വളർന്ന് ദൈവമില്ല എന്ന ചിന്താഗതിയിലേക്ക് അധപ്പതിച്ചു പോയി
ജീവിതത്തിൽ സമാധാനമില്ലാതെ ജീവിതം എങ്ങനെയും നഷ്ടപ്പെടുത്തണമെന്ന് ചിന്തിച്ച നാളുകൾ ഉണ്ടായിരുന്നു. എന്നാൽ ദൈവം ഉണ്ടോ എന്നൊരു അന്വേഷണം എൻ്റെ അകത്തുണ്ടായിരുന്നു. ഒരു ദൈവം ഉണ്ടെങ്കിൽ ഞാൻ ആ ദൈവത്തിന് വേണ്ടി ജീവിക്കുകയും ആ കർത്താവിന് വേണ്ടി ഞാൻ എൻ്റെ ജീവിതം സമർപ്പിച്ച് അവന് വേണ്ടി മാത്രം ജീവിക്കുമെന്ന് ഞാൻ അറിയാതിരുന്ന നാളുകളിൽ ഞാൻ ചിന്തിച്ചിരുന്നു. ദൈവം അത്ഭുതകരമായി എൻ്റെ ജീവിതത്തിൽ ഇടപെട്ടു. ഞാൻ അത് വിവരിക്കാൻ താല്പര്യപ്പെടുന്നില്ല, കാരണം അതൊരു നീണ്ട സാക്ഷ്യമായതുകൊണ്ട് അതിലേക്ക് ഞാൻ കടക്കുന്നില്ല. ദൈവം എന്നെ അതിൽ നിന്ന് വിടുവിച്ച് കഴിഞ്ഞ് ദൈവം എൻ്റെ ഹൃദയത്തിൽ വളരെ സമാധാനവും സന്തോഷവും എനിക്ക് തന്നു. അതോടുകൂടി ഞാൻ കർത്താവിന് വേണ്ടി പ്രവർത്തിപ്പാൻ തീരുമാനിച്ചു. അത് തന്നെയല്ല, കർത്താവ് എൻ്റെ ഹൃദയത്തിൽ ഒരു വചനം തന്നു. അതായത്, നിങ്ങൾ മുള്ളുകളുടെ ഇടയിൽ വിതയ്ക്കാതെ തരിശു നിലം ഉഴുവീൻ എന്ന വചനം വെച്ച് കർത്താവ് എന്നോട് കൃത്യമായി ഇടപെടുവാൻ തുടങ്ങി. ജെറമ്യായുടെ പുസ്തകം 4-ാം അധ്യായത്തിന്റെ 3-ാം വാക്യത്തിൽ ഞാൻ വായിക്കുമ്പോഴാണ് ദൈവം ആ വചനം വെച്ച് എന്നോട് ഇടപെട്ടത്. ഞാൻ നാട്ടിൽ ബൈബിൾ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ വചനം ശക്തമായി എന്നോട് ഇടപെടുകയും തുടർന്ന് ഞാൻ 1977 ജനുവരി ആദ്യം നോർത്ത് ഇന്ത്യയിലേക്ക് കടന്നു വരികയും അടുത്ത ഒരു 3 വർഷങ്ങൾ ഹിന്ദിയിൽ ദൈവവചനം പഠിക്കുവാൻ ദൈവം എനിക്ക് കൃപ തന്നു. അതിന് ശേഷം ഞാൻ ഇൻഡോറിനടുത്ത് ദേവാസ് എന്നൊരു പറഞ്ഞ സ്ഥലത്ത് 1980 ആ 1 വർഷം അവിടെ ആയിരുന്നു. അതിനുശേഷം 1981 മുതൽ ഇൻഡോറിന് അടുത്ത് മൗ എന്ന് പറയുന്ന ഒരു മിലിറ്ററിയുടെ മെയിനായിട്ടുള്ള ഒരു ട്രെയിനിങ് സെന്ററാണ്. അതായത് ഓഫീസേഴ്സിന്റെ ഉള്ള ഒരു ട്രെയിനിങ് സെന്ററാണ് ഞങ്ങളുടെ മൗ. അവിടെ ഞാൻ കടന്നു വന്നപ്പോൾ ഒരു സഭയോ വിശ്വാസിയോ ഒന്നുമില്ല. വളരെ ചുരുക്കം ലാംഗ്വേജ് മാത്രമേ കൈവശം ഉണ്ടായിരുന്നുള്ളൂ. എങ്കിലും വലിയവനായ ദൈവത്തിന്റെ കൃപ എന്നെ താങ്ങി വളരെ പ്രയാസത്തിലും വളരെ വിവിധങ്ങളാകുന്ന ബുദ്ധിമുട്ടുകളുടെ നടുവിൽ കൂടി ആ സ്ഥലത്ത് പ്രവർത്തിപ്പാൻ ദൈവം എന്നെ വിളിച്ചത് ആ ഒരു വിളിയോട് കൂടിയായിരുന്നു. കാരണം ഞാൻ ആഗ്രഹിച്ചത് ഒരു സിറ്റിയിൽ പ്രവർത്തിക്കണമെന്നുള്ളതല്ല. എവിടെയെങ്കിലും ദൈവത്തെ അറിയാത്ത ആൾക്കാരുടെ നടുവിൽ കർത്താവിന് വേണ്ടി സാക്ഷിയാണോ എന്നുള്ള ഒരൊറ്റ ആഗ്രഹമായിരുന്നു ഹൃദയത്തിൽ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് ഞാൻ കൂടുതലും ആ വിഷയത്തിൽ മാത്രം ഫോക്കസ് ചെയ്ത് ദൈവം എന്നെ പരമേൽപ്പിച്ചതും വിളിച്ചതും ഇതിനു വേണ്ടിയിട്ടാണല്ലോ. എങ്കിലും ഞാൻ ഉദ്ദേശിച്ചതിലധികം പ്രയാസങ്ങൾ ജീവിതത്തിൽ നേരിട്ടു. ഞാൻ പ്രവർത്തിച്ചതൊരു വലിയ സിറ്റി അല്ല, ഒരു ചെറിയ ടൗണാണ്. ഇൻഡോർ സിറ്റി വലിയ സിറ്റിയാണ്. അതിൻ്റെ ഒരു ഭാഗമാണെങ്കിലും ഞങ്ങൾ അവിടെ നിന്ന് 22 കിലോമീറ്റർ ദൂരമുണ്ട്. അവിടെ അതിനുശേഷം ഞാൻ വിവാഹിതനായി. ആ വിഷയത്തിലും വളരെ എന്നോടുകൂടി സുവിശേഷ വേലയിൽ കഷ്ടം സഹിപ്പാൻ ഇറങ്ങി വന്ന എൻ്റെ ഭാര്യ ജോളിയും ഞങ്ങൾ ഈ വിധത്തിൽ പ്രവർത്തിച്ചു പോന്നു. പലപ്പോഴും നിരാശപ്പെട്ട ആ സ്ഥലം വിട്ടുപോകണമെന്ന് വിചാരിച്ചപ്പോൾ എൻ്റെ ഫാദറിലോ പാസ്റ്റർ ശാമുവേൽ അദ്ദേഹം എന്നെ തൻ്റെ സാക്ഷ്യം മൂലം എന്നെ ധൈര്യപ്പെടുത്തി. നമ്മെ സഭ സ്ഥാപിക്കുന്നത് കർത്താവാണ്, നമ്മെ സുവിശേഷം അറിയിക്കാനാണ് കർത്താവ് എന്നെ വിളിച്ചത്. തൻ്റെ സാക്ഷ്യവും അനുഭവങ്ങളും എന്നെ ധൈര്യപ്പെടുത്തി പിന്നെയും ആ സ്ഥലങ്ങളിൽ നിന്ന് പ്രവർത്തിപ്പാൻ, അതായത് ഗ്രാമങ്ങളിലും വില്ലേജുകളിലും വീടുതോറും കടന്നുപോയി ട്രാക്ട് ഗോസ്പൽ കൊടുക്കുക, സ്ട്രീറ്റ് മീറ്റിംഗ് നടത്തുക, ഇങ്ങനെയുള്ള ഒരു ശുശ്രൂഷയോടുകൂടിയാണ് ഞാൻ വർഷങ്ങൾ നീങ്ങിയത്. എന്നാൽ അതിനോടകം ചില ആർമിക്കരായ ചില സഹോദരങ്ങള് വിശ്വാസത്തിൽ വന്നവര് കടന്നു വരികയും ഒരു ചെറിയ കൂട്ടായ്മ ചില സമയങ്ങളിലേക്ക് ഉണ്ടാകുകയും ചെയ്തിരുന്നു. ആ വിധത്തിൽ ഞങ്ങൾ മുമ്പോട്ട് നീങ്ങി. ദൈവത്തിന്റെ വലിയ പ്രവൃത്തി ഞങ്ങൾക്ക് പിന്നീടുള്ള ദൈവത്തിന്റെ പ്ലാൻ മനസ്സിലാക്കാൻ ദൈവം ഞങ്ങളെ സഹായിച്ചു. ദൈവം അവിടുത്തെ ജാതികളോട് ദൈവം ഇടപെട്ടു. അന്യജാതികളിൽ നിന്ന് അനേകർ സൗഖ്യമാകുകയും ഭൂതങ്ങളിൽ നിന്ന് വിടുതൽ പ്രാപിക്കുകയും ദൈവത്തിന്റെ ആത്മാവ് അവരോട് ശക്തമായി ഇടപെട്ട് അവർ മാനസാന്തരത്തിലേക്ക് കടന്നു വന്ന് സ്നാനപ്പെട്ട് അവരെ
അനേക വലിയ വലിയ സാക്ഷ്യങ്ങളെ ഉണ്ട്. ദൈവം അത്ഭുതകരമായി വിടുവിച്ച അവർ സ്നാനപ്പെട്ട് ദൈവസഭയോട് ചേർന്ന് അന്യജാതികളുടെ നടുവിൽ ഒരു ആശയമില്ലാത്ത സ്ഥാനത്ത് ദൈവം അത്ഭുതകരമായി പ്രവർത്തിച്ച ദൈവത്തിന്റെ കരുത്തെ ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. ഞങ്ങള് ഈ 43 വർഷങ്ങളായി അവിടെ മൗൽ തന്നെ ഞങ്ങള് സ്ഥിരം പാർത്ത് കുടുംബമായി കർത്താവിനെ സാക്ഷിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. എൻ്റെ ഇളയ മകനും കുടുംബമായി ഞങ്ങളോട് ഒന്നിച്ച് കർത്താവിന്റെ വേലയിലാവുന്നു. കഴിഞ്ഞ ചില നാളുകളിൽ അടുത്ത സിറ്റിയിൽ കർത്താവ് ഒരു വീട് വാടകയ്ക്കെടുത്ത് അവിടെ കർത്താവിന് വേണ്ടി പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു. എന്നാൽ ഈ കൊറോണ സമയത്ത് ഞങ്ങൾക്ക് അത് കണ്ടിന്യൂ ചെയ്യാൻ കഴിയാതെ പോയി. എന്നാൽ ഇപ്പോഴും ആൾക്കാരെ സന്ദർശിക്കുകയും ഇപ്പോഴും പുതിയ ആൾക്കാരോട് ഞങ്ങൾ കോണ്ടാക്ട് ചെയ്യുകയും കർത്താവിനെ കഴിയുന്നതും അത് ഞങ്ങൾ അറിയിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. വളരെ പ്രയാസമുള്ള ഒരു സന്ദർഭങ്ങളാകുന്നു. ഞങ്ങളാവോളം വിവിധങ്ങളാകുന്ന വിധത്തിൽ അവസരങ്ങളെ കണ്ടെത്തി സാഹചര്യങ്ങളെ കണ്ടെത്തി കർത്താവിനെ അറിയിക്കുവാൻ കർത്താവ് സഹായിക്കുന്നു. സഭയിലുള്ളത് 1-2 ക്ലാസുകൾ ഒഴികെ ബാക്കി എല്ലാവരും അന്യജാതികളിൽ നിന്ന് വന്നവരും മറ്റ് ഭാഷക്കാരുമാണ്. അവരുടെ മൗലുള്ള പ്രവർത്തനത്തിന് വേണ്ടി നിങ്ങളുടെ ആത്മാർത്ഥമായ പ്രാർത്ഥന ഞാൻ ആഗ്രഹിക്കുന്നു. കഴിഞ്ഞ ദിവസം ഇൻഡോറിൽ പ്രസംഗിക്കുന്നു. ഇപ്പോഴും അവർ കൂട്ടമായി സഭകളിൽ കടന്നു വന്ന് വിശ്വാസികളോട് ഭീഷണിപ്പെടുത്തുകയും അവരുടെ പേര് ചോദിക്കുക, അവരുടെ അഡ്രസ് ചോദിക്കുക, അവരെങ്ങനെ ക്രിസ്ത്യാനിയായി, നീന്റെ പേര് ഇങ്ങനാണല്ലോ, നീ എങ്ങനെ ക്രിസ്ത്യാനിയായി എന്നൊക്കെ ചോദിക്കുകയും പാസ്റ്ററെ ഉപദ്രവിക്കുകയും അതിന് പിന്നാലെ പോലീസ് അവർക്ക് സപ്പോർട്ടായി നിൽക്കുന്നു, ഗവൺമെന്റ് അവർക്ക് സപ്പോർട്ടായി നിൽക്കുന്നു. എങ്കിലും വലിയവനായ ദൈവം നമ്മുടെ പക്ഷത്തുണ്ട്. നിങ്ങളുടെ ഓരോരുത്തരുടെയും പ്രാർത്ഥന അത് ഞങ്ങൾ അറിയപ്പെടാതെയും ചെയ്തിരിക്കുന്ന അനേകരുടെ പ്രാർത്ഥന ഞങ്ങൾക്ക് ഒരു വലിയ കോട്ടയായിരിക്കുന്നു. ദൈവമക്കളുടെ പ്രാർത്ഥന ഈ വിഷയത്തിൽ പിന്നെയും ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഈ ദിവസങ്ങളിൽ അമേരിക്കയിലായിരിക്കുന്ന ചില മാസങ്ങള് ദൈവമക്കളോടുള്ള കൂട്ടായ്മയിൽ കർത്താവ് സഹായിക്കട്ടെ. ഇവിടെ മൂത്ത മകനും കുടുംബമായിട്ട് ഇവിടെ ഉണ്ട്. ഇളയമാൻ കുടുംബമായി ഞങ്ങളോടൊപ്പം നോർത്ത് ഇന്ത്യയിൽ കർത്താവിന്റെ വേലയിലായിരിക്കുന്നു. ഞങ്ങളുടെ കുടുംബമായിട്ടുള്ള ഞങ്ങളുടെ പ്രവർത്തനത്തെ നിങ്ങളുടെ പ്രാർത്ഥനയിൽ പ്രത്യേകം പിന്നെയും ഓർക്കണമെന്ന് അപേക്ഷിക്കുന്നു. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. വളരെ പ്രതികൂലങ്ങളുണ്ടെങ്കിലും ഞങ്ങൾക്ക് ഇതുവരെയും ഞങ്ങൾക്ക് അങ്ങനെ ഒരു പ്രശ്നം നേരിട്ടിട്ടില്ല. ഞങ്ങൾ ചുറ്റുപാട് പലർക്കും ഉണ്ടായിട്ടുണ്ട്. ഞാൻ വന്നപ്പോഴും സഭയിലുള്ളവരോട് പറഞ്ഞ് ധൈര്യപ്പെടുത്തി, നമ്മൾ ഭയപ്പെടേണ്ട, കർത്താവ് നമ്മോട് കൂടെയുണ്ട്. നമ്മൾ സഹിക്കുന്നെങ്കിലും കർത്താവിന് വേണ്ടിയിട്ടാണ്, നമ്മൾ കർത്താവിന് വേണ്ടി നിലനിൽക്കണമെന്ന് പറഞ്ഞ് ധൈര്യപ്പെടുത്തിയിട്ട് പോരുവാൻ ഇടയായി തീർന്നു. ദൈവമക്കൾ തുടർന്നും പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിക്കുന്നു. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഞാൻ ഇന്ന് സന്ധ്യാസമയം നിങ്ങളോട് ഒരുമിച്ച് ദൈവത്തിന്റെ വചനത്തിൽ നിന്ന് അല്പമായി ചിന്തിക്കുവാനും സമയമെടുക്കുവാൻ ഞാൻ താല്പര്യപ്പെടുന്നു. സങ്കീർത്തന പുസ്തകം 125 അധ്യായത്തിന്റെ 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് വായിക്കാം. സങ്കീർത്തനം Psalms 125 verses 1 to 3, 1, 2, 3 വാക്യങ്ങൾ. യഹോവയിൽ ആശ്രയിക്കുന്നവർ കുലുങ്ങാതെ എന്നേക്ക് നിൽക്കുന്ന സിയോൻ പർവ്വതം പോലെയാകുന്നു. പർവ്വതങ്ങൾ യെരൂശലേമിനെ ചുറ്റിയിരിക്കുന്നു. യഹോവ ഇന്നു മുതൽ എന്നേക്കും തന്റെ ജനത്തെ ചുറ്റിയിരിക്കുന്നു. നീതിമാന്മാർ നീതികേടിലേക്ക് കൈനീട്ടാതിരിക്കേണ്ടതിന് ദുഷ്ടന്മാരുടെ ചെങ്കോൽ നീതിമാന്മാരുടെ അവകാശത്തിന്മേൽ ഇരിക്കയില്ല. ഈ ദിവസങ്ങളിൽ ദൈവജനത്തിനുണ്ടാകുന്ന പീഡനവും കഷ്ടവും പ്രയാസത്തെയും ഓർത്ത് പ്രാർത്ഥിക്കുമ്പോൾ എന്റെ ഹൃദയത്തിൽ കർത്താവ് തന്ന ഈ വചനം നമ്മെ ധൈര്യപ്പെടുത്തുന്നതാകുന്നു. പർവ്വതങ്ങൾ യെരൂശലേമിനെ ചുറ്റിയിരിക്കുന്നു പോലെ യഹോവ തന്റെ ജനത്തെ
എന്നേക്കും ചുറ്റിയിരിക്കുകയാണ്. നീതിമാന്മാർ നീതികേടിലേക്ക് കൈനീട്ടാതിരിക്കേണ്ടതിന് ദുഷ്ടന്മാരുടെ ചെങ്കോൽ നീതിമാന്മാരുടെ അവകാശത്തിന്മേൽ ഇരിക്കയില്ല. ഇന്ന് ദുഷ്ടന്മാർ അവർ ഭരിക്കുന്ന കാലം, അവർ അന്യായത്തോടും അധർമ്മത്തോടും കൂടി കാലഘട്ടത്തിൽ ദൈവമായ കർത്താവ് നമ്മോട് പറയുന്നു, അവന്റെ ചെങ്കോലിനെ ദൈവം മാറ്റിക്കളയും. ദുഷ്ടതയുടെ ചെങ്കോൽ നീതിയുടെ മേൽ നിൽക്കാതെ വേണം അവരെ അതിൽ നിന്ന് വിടുവിച്ച് ദൈവത്തിന്റെ കൃപയും അനുഗ്രഹവും നൽകി നമ്മെ സഹായിക്കുന്ന ദൈവത്തിന്റെ വലിയ കരുണയോർത്ത് ഞാൻ കർത്താവിനെ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു. ഇവിടെ ഈ സങ്കീർത്തനത്തിൽ വായിക്കുന്നത്, ദുഷ്ടന്മാരുടെ ചെങ്കോലിന്റെ കീഴിൽ പീഡിപ്പിക്കപ്പെടുന്ന ദൈവജനത്തിന് ദൈവം നമുക്ക് കോട്ടയായിട്ടുണ്ട്, ദൈവം നമുക്ക് രക്ഷയായിട്ടുണ്ട്. ദുഷ്ടന്മാരുടെ അധികാരത്തിൽ നിന്ന് നമ്മെ വിടുവിക്കുന്ന ദൈവം നമുക്കുണ്ട്. 1 യോഹന്നാൻ 5-ാം അധ്യായത്തിന്റെ 19-ാം വാക്യത്തിൽ, 1 John chapter 5 verse 19 വായിക്കുന്നുണ്ട്, സർവ്വലോകവും ദുഷ്ടന്റെ അധീനതയിൽ കിടക്കുന്നു. സർവ്വലോകവും ദുഷ്ടന്റെ അധീനതയിൽ കിടക്കുന്നു എങ്കിലും ദൈവമക്കളാകുന്ന നാം ദുഷ്ടന്റെ അധീനതയിലല്ല എന്നത് പരമാർത്ഥമാകുന്നു. നാം ദുഷ്ടനെ ജയിക്കുവാൻ ദൈവം നമുക്ക് ജയം തന്നിരിക്കുന്നു. ലോകത്തെ ജയിക്കുന്നത് ആര്? യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ദൈവത്തിന്റെ ജനം ലോകത്തെ ജയിച്ച് മുന്നേറുവാൻ കർത്താവ് സഹായിക്കുന്നു. യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവന് അവനാകുന്നു ലോകത്തെ ജയിച്ചത് എന്ന് 1 യോഹന്നാൻ 5-ാം അധ്യായത്തിന്റെ 4-ാം വാക്യത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. അതുകൊണ്ട് സർവ്വലോകവും ദുഷ്ടന്റെ അധീനതയിൽ കിടക്കുന്നു എങ്കിലും നാം ദുഷ്ടന്റെ കീഴിലല്ല, ദൈവം അതിന്മീതെ നമ്മെ വിടുവിച്ചെടുക്കാമല്ലോ. ഓക്കെ, ഹലോ, കേൾക്കാം. ഓക്കെ, താങ്ക് യു. ദുഷ്ടന്റെ അധീനതയിൽ ലോകം കിടക്കുന്നെങ്കിലും നമുക്ക് ദുഷ്ടന്റെ മേൽ അധികാരം കർത്താവ് നമുക്ക് തന്നിട്ടുണ്ട്, അവരുടെ ശക്തിയെ ചവിട്ടുവാൻ. എന്നാൽ നമുക്ക് പ്രതികൂലങ്ങളുണ്ട്, നമുക്ക് കഷ്ടതയുണ്ട്, നമുക്ക് പലവിധമായ ദുഃഖങ്ങൾ നമുക്ക് ഈ സാഹചര്യത്തിൽ നേരിടുവാനുണ്ട്. എങ്കിലും ദൈവത്തിന്റെ കരം നമ്മോട് കൂടെയുണ്ട്. നമ്മൾ 94-ാം സങ്കീർത്തനത്തിന്റെ Psalms 94 അതിന്റെ 20-ഉം 21-ഉം വാക്യങ്ങൾ നമുക്ക് കാണുമ്പോൾ, 94-ാം സങ്കീർത്തനത്തിന്റെ 20-ഉം 21-ഉം വാക്യങ്ങൾ, നിയമത്തിന് വിരോധമായി കഷ്ടത നിർമ്മിക്കുന്ന ദുഷ്ടസിംഹാസനത്തിന് നിന്നോട് സഖ്യത ഉണ്ടാകുമോ? നീതിമാന്റെ പ്രാണന് വിരോധമായി അവർ കൂട്ടം കൂടുന്നു, കുറ്റമില്ലാത്ത രക്തത്തെ അവർ ശിക്ഷയ്ക്ക് വിധിക്കുന്നു. ഇവിടെ നമുക്ക് കാണുന്നുണ്ട്, നിയമത്തിന് വിരോധമായി കഷ്ടത നിർമ്മിക്കുന്നു. ദുഷ്ടന്റെ ചെങ്കോൽ, അധികാരം, ഭരണം, അവൻ കഷ്ടത നിർമ്മിക്കുകയാണ്. പ്രത്യേകാൽ ദൈവത്തിന്റെ ജനത്തിനു വേണ്ടി കഷ്ടത നിർമ്മിക്കുന്ന ദുഷ്ടസിംഹാസനം ദേശത്തിൽ വാണരളുന്നുണ്ട്. നിയമത്തിന് വിരോധം, ദൈവത്തിന്റെ നിയമത്തിന് വിരോധമായിട്ടാണ് അവൻ ചെയ്യുന്നത്. ആ ദുഷ്ടസിംഹാസനത്തിന് ദൈവത്തിന്റെ യാതൊരു പിന്തുണയും അവനില്ല. എന്നാൽ ഈ സമയങ്ങളിൽ ദൈവജനത്തിന് പലവിധമായ കഷ്ടങ്ങൾ നേരിടുന്നുണ്ട്. ഈ കഷ്ടങ്ങളിൽ കൂടി കടന്നു പോകേണ്ടുന്നത് ദൈവത്തിന്റെ ഒരു പ്ലാൻ കൂടിയാകുന്നു. ഈ കഷ്ടങ്ങളിൽ ദൈവജനത്തെ വിശുദ്ധീകരിക്കുകയും അധികം പ്രാർത്ഥനയ്ക്കായി ഒരുക്കുകയും നമ്മെ താഴ്മയുള്ളവരാക്കുകയും നമ്മെ വിശുദ്ധീകരിക്കുകയും ചെയ്യുന്ന, ദൈവത്തിൽ കൂടുതൽ ആശ്രയിക്കുവാൻ നമ്മെ പ്രാപ്തരാക്കുന്ന ദൈവത്തിന്റെ കരുണയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. ഈ ദുഷ്ടസിംഹാസനം കുറ്റമില്ലാത്തവരെ
ദോഷികളാക്കി വിധിക്കുകയും അവരെ ശിക്ഷയ്ക്ക് വിധിച്ച് അവരെ ഇല്ലാതാക്കുകയും ചെയ്യുന്ന ഈ ദുഷ്ടസിംഹാസനത്തിന്റെ പ്രവൃത്തി ലോകത്തിൽ വളരെ ശക്തമായി വ്യാപരിച്ചുകൊണ്ടിരിക്കുകയാണ്. ദൈവജനത്തിന് ഈ ദുഷ്ടന്റെ പ്രവൃത്തിയുടെ ജയിക്കുവാനുള്ള ശക്തി അധികാരം നമുക്ക് തന്നിട്ടുണ്ട്. ഓരോ ദേശത്തിന്മേലും ദൈവജനം പ്രാർത്ഥിക്കുന്നവരായി ദൈവജനത്തിന്റെ പ്രാർത്ഥനയുടെ ഫലമായി ദുഷ്ടൻ ബന്ധിക്കപ്പെടുന്നുണ്ട്, അവന്റെ ശക്തികൾ തകരുന്നുണ്ട്, അവന്റെ പ്രവർത്തനങ്ങൾ നിഷ്ഫലമാകുന്നുണ്ട്, ദൈവജനം വിടുവിക്കപ്പെടുന്നുണ്ട്, ആശ്വാസം പ്രാപിക്കുന്നുണ്ട് എന്നോർത്ത് ദൈവത്തെ സ്തുതിക്കുകയും ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. നിയമത്തിന് വിരോധമായി കഷ്ടത നിർമ്മിച്ച് ദൈവജനത്തെ പീഡിപ്പിക്കുന്ന അതേ സാമ്രാജ്യങ്ങളുടെ ഇടയിലാണ് കിടക്കുന്നത്. പ്രത്യേകിച്ച് പൈശാചിക ആരാധനയും ബിംബാരാധനയുള്ള ഭാരതത്തെ പോലുള്ള ഇന്ത്യയെ പോലുള്ള മറ്റ് അതുപോലുള്ള രാജ്യങ്ങളിൽ ദൈവജനം ഏറ്റവും അധികം ദുഃഖം സഹിക്കുന്നു, കഷ്ടപ്പെടുന്നു. എന്നാൽ ദൈവം തന്റെ ജനത്തിന് കോട്ടയായിട്ടുണ്ട്. യെരുശലേമിന് ചുറ്റും പർവ്വതങ്ങളെ ചുറ്റിയിരിക്കുന്ന പോലെ ദൈവം തന്റെ ജനത്തിന് കോട്ടയായി നിന്ന് തന്റെ ജനത്തെ സഹായിക്കുന്നു. തന്റെ ജനത്തിന് സഹായമായി നിന്ന് അവരെ സൂക്ഷിക്കുന്നു. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പൈശാചികൻ പല വിധത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. ലൂക്കോസ് 13-ാം അധ്യായത്തിൽ അതിന്റെ 16-ാമത്തെ വാക്യത്തിൽ കർത്താവ് ഒരു സ്ത്രീയെ പറ്റി ഇങ്ങനെ പറയുകയുണ്ടായി. 18 വർഷമായി സാത്താൻ ബന്ധിക്കപ്പെട്ട അബ്രഹാമിന്റെ മകളായ ഇവളെ വിടുവിക്കണ്ടായോ? 18 വർഷമായി സാത്താന്റെ ബന്ധനത്തിൽ കിടന്ന ഒരു സ്ത്രീക്ക് കർത്താവ് വിടുവിക്കുവാൻ കടന്നു ചെന്നു. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പൈശാചികൻ പല വിധത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. അതിന്റെ 16-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. ലൂക്കോസ് 13-ാം അധ്യായത്തിന്റെ 16-ാമത്തെ വാക്യത്തിൽ, എന്നാൽ സാത്താൻ 18 സംവത്സരമായി ബന്ധിച്ചിരുന്ന അബ്രഹാമിന്റെ മകളായ ഇവിടെ സബത്ത് നാളിൽ ഈ ബന്ധനം അഴിച്ചു വിടേണ്ടതല്ലയോ? യേശുക്രിസ്തു ഭൂമിയിലേക്ക് വന്ന നമ്മെ പിശാചിന്റെ ബന്ധനത്തിൽ നമ്മെ വിടുവിക്കുന്നു, നമ്മെ അവന്റെ തന്ത്രങ്ങളിൽ നിന്ന് വിടുവിക്കുന്നു. യേശു കർത്താവ് വന്നത് അവന്റെ ബന്ധനത്തിൽ ജനത്തെ വിടുവിക്കുവാൻ കർത്താവ് ഭൂമിയിലേക്ക് വന്നു എന്ന് നമുക്ക് വായിക്കാൻ കഴിയുന്നുണ്ട്. ദൈവജനത്തിന് വിരോധമായി കഷ്ടതയും ദുഃഖവും ഇട്ട് പീഡിപ്പിക്കുമ്പോൾ വലിയവനായ ദൈവത്തിന്റെ പ്രവൃത്തികളെ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ദൈവം എപ്രകാരം തന്റെ ജനത്തെ സകലവിധമായ ബന്ധനങ്ങളിലും വിടുവിക്കുന്നു. ദൈവത്തിന്റെ സ്തോത്രം. പിശാചിന്റെ പ്രവൃത്തികളെ നമുക്ക് കാണുവാൻ പല വിധത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. നമ്മുടെ ജെരമ്യാ പുസ്തകം 48-ാം അധ്യായത്തിലേക്ക് നമുക്ക് വരാം. ജെരമ്യാ chapter 48. യെരമ്യാ 48-ാം അധ്യായത്തിന്റെ 17-ാമത്തെ വാക്യം വായിക്കുന്നു. അവരുടെ ചുറ്റുമുള്ള എല്ലാവരുമായുള്ളവരെ അവനെക്കുറിച്ച് വിലപിപ്പീൻ. അവന്റെ പേരറിയുന്ന ഏവരുമായുള്ളവരെ അയ്യോ, ബലമുള്ള വടി, ഭംഗിയുള്ള കോൽ എങ്ങനെ ഒടിഞ്ഞുപോയി എന്ന് പറവീൻ. ദുഷ്ടന്റെ കയ്യിലിരിക്കുന്ന ചെങ്കോൽ കർത്താവ് ഒടിച്ചു കളയുവാൻ, അവന്റെ ബലത്തെ കർത്താവ് കെടുത്തിക്കളയും. അവന്റെ അധികാരത്തിൽ തന്റെ ജനത്തെ കർത്താവ് വിടുവിക്കും. പിശാചേതെല്ലാം വിധത്തിൽ തന്റെ ജനത്തിന് വിരോധമായി പ്രവർത്തിക്കുന്നുവോ അതിൽ നിന്നൊക്കെയും വിടുവിക്കുവാൻ ദൈവത്തിന്റെ കരം ശക്തമായിട്ടുള്ളതുകൊണ്ട് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. യെശയ്യാ പ്രവചനം 14-ാം അധ്യായത്തിൽ അതിന്റെ 5-ാമത്തെ വാക്യം നമുക്ക് നോക്കാം. യെശയ്യാ പ്രവചനം
14 അധ്യായത്തിന്റെ 5 വാക്യം. യഹോവ ദുഷ്ടന്മാരുടെ വടിയും വാഴുന്നവരുടെ ചെങ്കോലും ഒടിച്ചു കളയും. യഹോവ ദുഷ്ടന്മാരുടെ വടിയും വാഴുന്നവരുടെ ചെങ്കോലും ഒടിച്ചു കളയും. ദുഷ്ടസിംഹാസനം നീതിക്ക് വിരോധമായി, ദൈവത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് വിരോധമായി, ദൈവജനത്തിന് വിരോധമായി കുറ്റമില്ലാത്തവരെ ദോഷികളായി എണ്ണി അവരെ നശിപ്പിക്കുവാൻ നോക്കുമ്പോൾ ദൈവത്തിന്റെ പ്രവൃത്തി നമുക്ക് കാണുവാൻ കഴിയും. ദുഷ്ടന്മാരുടെ വടിയെയും വാഴുന്നവരുടെ ചെങ്കോല് ഒടിച്ചു കളയും. 14 അധ്യായത്തിന്റെ 6 വാക്യത്തിൽ വായിക്കുന്നു, വംശങ്ങളെ ഇടവിടാതെ ക്രോധത്തോടെ അടിക്കുകയും ആർക്കും അടുത്തുകൂടാത്ത ഉപദ്രവത്താൽ ജാതികളെ കോപത്തോടെ ഭരിക്കുകയും ചെയ്യുന്നവനെ തന്നെ. വംശങ്ങളെ ഇടവിടാതെ ക്രോധത്തോടെ അടിക്കുകയും ആർക്കും അടുത്തുകൂടാത്ത ഉപദ്രവത്താൽ ജാതികളെ കോപത്തോടെ ഭരിക്കുകയും ചെയ്യുന്നവനെ തന്നെ. ദുഷ്ടന്റെ സിംഹാസനം, അവന്റെ ചെങ്കോൽ ദുഷ്ടതയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുകയും അവൻ ദുഷ്ടതയോടെ ശക്തിയോടെ വ്യാപരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുമ്പോൾ ദൈവജനത്തിന് വേണ്ടി ദൈവത്തിന്റെ പ്രവൃത്തിയെ നമുക്ക് കാണുവാൻ കഴിയും. ദൈവം എപ്രകാരം തന്റെ ജനത്തെ ഈ പ്രശ്നങ്ങളുടെ നടുവിൽ നിന്ന്, ഈ കഷ്ടതയുടെ നടുവിൽ ദൈവം തന്റെ ജനത്തെ വിടുവിക്കുന്നു. ദൈവത്തിന്റെ സഹായം തന്റെ മക്കളുടെ മേലുണ്ട്. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഈ ദൈവത്തിന്റെ കരം നമ്മെ കയ്യിൽ നിന്ന് പലപ്പോഴും ാണ്. എന്നാൽ ദുഷ്ടന്റെ സിംഹാസനം നീങ്ങിപ്പോയിട്ടില്ല. അവന് അല്പസമയമുണ്ട്. അവന്റെ പ്രവൃത്തിയെ തടുക്കുവാൻ ദൈവത്തിന്റെ ജനം ഒന്നായി പ്രാർത്ഥിക്കുമ്പോൾ അവന്റെ പ്രവൃത്തികൾ നിഷ്ക്രിയമായി പോകും. അവന്റെ ശക്തികൾ തകരുന്നു. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇന്നും ദുഷ്ടന്റെ പീഡനയിൽ കിടക്കുന്ന, കഷ്ടപ്പെടുന്ന, മാനസികമായി ശാരീരികമായി ഭാരപ്പെടുകയും കഷ്ടപ്പെടുകയും ചെയ്യുന്ന അനേക ദൈവമക്കളുണ്ട്. അവന്റെ ശക്തിയിൽ നിന്ന് നമ്മെ വിടുവിക്കുവാൻ കർത്താവ് ശക്തനായിട്ടുണ്ട്. നമ്മെ വിടുവിക്കുന്ന കർത്താവ് ആ 18 വർഷങ്ങളായി കൂലിയായിരുന്ന ആ സ്ത്രീയെ കർത്താവ് പിശാചിന്റെ ബന്ധത്തിൽ വിടുവിച്ച കർത്താവ് ഇന്നും തന്റെ മക്കളെ വിവിധങ്ങളാകുന്ന പ്രശ്നങ്ങളിൽ നിന്ന് വിടുവിച്ചുകൊണ്ടിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ദുഷ്ടന്റെ ചെങ്കോലിനെ കർത്താവ് ഓടിച്ച് അവന്റെ ശക്തിയിൽ നിന്ന് വിടുവിച്ച് അവന്റെ ഭീഷണിയിൽ നിന്ന് വിടുവിച്ച് നമ്മെ നടത്തുന്ന ദൈവത്തിന്റെ വലിയ കരുണയ്ക്കായി ദൈവത്തെ വാഴ്ത്തുന്നു. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ദൈവത്തിന്റെ വചനത്തിൽ നമുക്ക് കാണുവാൻ കഴിയും. റോമാലേഖനം 16 അധ്യായത്തിന്റെ 20 വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു, സമാധാനത്തിന്റെ ദൈവമോ സാത്താനെ വേഗം നിങ്ങളുടെ കാൽ കീഴെ മെതിച്ചു കളയും. സമാധാനത്തിന്റെ ദൈവമോ വേഗം സാത്താനെ നിങ്ങളുടെ കാൽ കീഴെ മെതിച്ചു കളയും. നമ്മുടെ ദൈവം സമാധാനത്തിന്റെ ദൈവമാണ്. അന്യായത്തെയും അധർമ്മത്തോടും കൂടി ദേശത്തിൽ വാഴുന്ന ദുഷ്ടസിംഹാസനത്തെ കർത്താവ് നീക്കിക്കളവാൻ പോകുവാണ്. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. എന്നാൽ അതുവരെ ഈ ദേശത്ത് വാഴുന്ന ദുഷ്ടസിംഹാസനത്തിന് നമ്മോട് പോരാട്ടമുണ്ട്. നമുക്കും അവനോട് പൊരുതി നിൽക്കുവാൻ ദൈവം നമ്മോട് കൽപ്പിക്കുന്നു. നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, അധികാരങ്ങളോടും വാഴ്ചകളോടും സ്വർലോകത്തിലെ ദുഷ്ടാത്മസേനകളോടും ദൈവത്തിന്റെ ജനം പൊരുതിക്കൊണ്ടിരിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ദൈവജനം അതിനോട് എതിർത്ത് നിന്ന് ഈ ദിവസങ്ങളിൽ ജയം പ്രാപിപ്പാൻ കർത്താവ് ഇടയാക്കട്ടെ. 1 പത്രോസ് 5 അധ്യായത്തിന്റെ 9-10 വാക്യങ്ങൾ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. 1 പത്രോസ് 5 അധ്യായത്തിന്റെ 9-10 വാക്യങ്ങളിൽ ലോകത്തിൽ നിങ്ങൾക്കുള്ള
സഹോദരവർഗത്തിന് ആ വക കഷ്ടപ്പാടുകൾ തന്നെ പൂർത്തിയായി വരുന്നു എന്നറിഞ്ഞ് വിശ്വാസത്തിൽ സ്ഥിരമുള്ളവരായി അവനോട് എതിർത്ത് നിൽപ്പീൻ. എന്നാൽ അല്പകാലത്തേക്ക് കഷ്ടം സഹിക്കുന്ന നിങ്ങളെ ക്രിസ്തുവിൽ തന്റെ തേജസ്സിനായി വിളിച്ചിരിക്കുന്ന സർവകൃപാലുവായ ദൈവം തന്നെ യഥാസ്ഥാനപ്പെടുത്തി ഉറപ്പിച്ച് ശക്തീകരിക്കും. അപ്പോസ്തലൻ പൗലോസ് തന്റെ ജനത്തെ ധൈര്യപ്പെടുത്തുവാൻ പറഞ്ഞു എഴുതിയിരിക്കുന്ന ദൈവാത്മാവിനാൽ രേഖപ്പെടുത്തിയിരിക്കുന്ന വചനങ്ങളെ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ലോകത്തിൽ നിങ്ങൾക്ക് ഉള്ള സഹോദരവർഗത്തിന് ആ വക കഷ്ടപ്പാടുകൾ തന്നെ പൂർത്തിയായി വരുന്നു എന്നറിഞ്ഞ് വിശ്വാസത്തിൽ സ്ഥിരമുള്ളവരായി ദുഷ്ടനോട് എതിർത്ത് നിൽക്കുവാൻ, അവനോട് എതിർത്ത് നിൽക്കുവാൻ നമ്മെ ആഹ്വാനം ചെയ്യുന്നു. നമുക്ക് പലവിധമായ പ്രശ്നങ്ങളുണ്ട്. എന്നാൽ നമുക്കതിന്മേലൊക്കെയും ജയം ലഭിക്കുന്ന, നമ്മെ സഹായിക്കുന്ന ദൈവം നമ്മോട് കൂടെയുണ്ട്. എന്നാൽ അല്പകാലത്തേക്ക് കഷ്ടം സഹിക്കുന്ന നിങ്ങളെ ക്രിസ്തുവിൽ തന്റെ നിത്യ തേജസ്സിനായി വിളിച്ചിരിക്കുന്നു. അല്പസമയത്തേക്ക് കഷ്ടം സഹിക്കുന്നു എങ്കിലും നമ്മെപ്പറ്റി ദൈവത്തിന്റെ പ്ലാന് ആ നിത്യ തേജസ്സിനായി ദൈവം നമ്മെ വിളിച്ചിരിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നമ്മൾ 1 തെസ്സലോനിയർ 1-ാം അധ്യായത്തിന്റെ 6 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ നോക്കുമ്പോഴും 1 തെസ്സലോനി അതിന്റെ 1-ാം അധ്യായത്തിന്റെ 2 തെസ്സലോനിയറാണ്. 2 തെസ്സലോനിയർ 1-ാം അധ്യായത്തിന്റെ 6 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ. അത് നിങ്ങൾ കഷ്ടപ്പെടുവാൻ ഹേതുവായിരിക്കുന്ന ദൈവരാജ്യത്തിന് നിങ്ങളെ യോഗ്യന്മാരായി എണ്ണും എന്നിങ്ങനെ ദൈവത്തിന്റെ നീതിയുള്ള വിധിക്ക് അടയാളമാകുന്നു. ദൈവത്തിന്റെ സിംഹാസനം നീതിയുള്ളതാണ്. ദൈവത്തിന്റെ പ്രവർത്തനം നീതിയുള്ളതാണ്. ദുഷ്ടന്റെ സിംഹാസനം അധർമ്മം കൊണ്ടും ദുഷ്ടത കൊണ്ടും നിറഞ്ഞിരിക്കുമ്പോൾ ദൈവത്തിന്റെ നീതി, നിലനിൽക്കുന്ന ദൈവത്തിന്റെ നീതിയെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു, ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നമ്മൾ 103-ാം സങ്കീർത്തനത്തിൽ 103 Psalms 19 നമ്മൾ വായിക്കുന്നുണ്ട്, ദൈവത്തിന്റെ സിംഹാസനം സകലത്തെയും ഭരിക്കുന്നു. 103-ാം സങ്കീർത്തനത്തിന്റെ 19-ാമത്തെ വാക്യം, യഹോവ തന്റെ സിംഹാസനത്തെ സ്വർഗത്തിൽ സ്ഥാപിച്ചിരിക്കുന്നു, അവന്റെ രാജ്യത്വം സകലത്തെയും ഭരിക്കുന്നു. ദൈവത്തിന്റെ മഹത്വം, യഹോവ തന്റെ സിംഹാസനത്തെ സ്വർഗത്തിൽ സ്ഥാപിച്ചിരിക്കുന്നു, അവന്റെ രാജ്യത്വം സകലത്തെയും ഭരിക്കുന്നു. പൈശാചികം ഭരിക്കുന്നു എങ്കിൽ തന്നെയും ദൈവം അവനൊരു ലിമിറ്റേഷൻ വെച്ചിട്ടുണ്ട്. നമ്മുടെ മേൽ വരുന്ന ഉപദ്രവങ്ങളുടെ മേൽ ദൈവം ഒരു ലിമിറ്റേഷൻ വെച്ചിട്ടുണ്ട്. എന്നാൽ ദൈവജനത്തിന്റെ പ്രാർത്ഥന മൂലം പൈശാചികന്റെ മേൽ ജയമെടുക്കേണ്ടത് ആവശ്യമാകുന്നു എന്ന് ദൈവത്തിന്റെ വചനം നമ്മെ കൂടെ നമ്മെ ഉദ്ബോധിപ്പിക്കുകയും നമ്മളെ പഠിപ്പിക്കുകയും ചെയ്യുന്ന ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. 89-ാം സങ്കീർത്തനത്തിന്റെ 14-ാമത്തെ വാക്യത്തിൽ നമുക്ക് ഇങ്ങനെ വായിക്കാൻ കഴിയുന്നുണ്ട്, നീതിയും ന്യായവും നിന്റെ സിംഹാസനത്തിന്റെ അടിസ്ഥാനമാകുന്നു, ദയയും വിശ്വസ്തതയും നിനക്ക് മുമ്പായി നടക്കുന്നു. ദൈവത്തിന്റെ സിംഹാസനം നീതിയും ന്യായത്താലും സ്ഥിരമാക്കിയിരിക്കുന്നതാകുന്നു, അടിസ്ഥാനമുള്ളതാകുന്നു, ദയയും വിശ്വസ്തതയുള്ളതാകുന്നു.
ദുഷ്ടന്റെ സിംഹാസനം ദൈവജനത്തോട് എതിർത്ത് നിന്ന് പോരാടുമ്പോൾ അനേകവിധമായ കഷ്ടങ്ങൾ, പ്രയാസങ്ങൾ ദൈവജനത്തിന് സഹിക്കേണ്ടി വരുന്നു. എന്നാൽ ദൈവമാസ്ഥാനങ്ങളിലൊക്കെയും നമ്മെ കാത്തുകൊള്ളുവാൻ, നമ്മെ പരിപാലിപ്പാൻ ദൈവശക്തനാകുന്നു. സാത്താൻ പലപ്പോഴും പലയിടങ്ങളിലും സിംഹാസനം വെച്ച് വാഴുന്ന അനുഭവങ്ങളുണ്ട്. കാരണം അവനെ സേവിക്കുന്നവരും അവനെ പിൻപറ്റുന്നവരും അവനെ കീഴ്പ്പെട്ടവരുമായിട്ട് അനേകരുണ്ട്. എന്നാൽ ദുഷ്ടനോട് എതിർത്ത് നിൽക്കുന്നവരായി ദൈവജനത്തിന് ദൈവം ശക്തിയും ബലവും അനുഗ്രഹവും നൽകുന്നുകൊണ്ട് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. വെളിപ്പാട് പുസ്തകത്തിൽ പെർഗമോ സഭയെപ്പറ്റി കർത്താവ് പറയുമ്പോൾ കർത്താവ് ഇങ്ങനെ പറയുന്നു, നീ എവിടെ പാർക്കുന്നു? അതിന്റെ 2-ാം അധ്യായത്തിന്റെ 13-ാമത്തെ വാക്യത്തിൽ വെളിപ്പാട്, നീ എവിടെ പാർക്കുന്നുവെന്നും അത് സാധാരണ സിംഹാസനം ഉള്ളിടമെന്ന് ഞാൻ അറിയുന്നു. നീ എന്റെ നാമം മുറുകെ പിടിച്ചിരിക്കുന്നു. നിങ്ങളുടെ ഇടയിൽ സാത്താൻ പാർക്കുന്നിടത്ത് തന്നെ എന്റെ സാക്ഷിയും വിശ്വസ്തനുമായ അന്തിപ്പാസിനെ കൊന്ന കാലത്ത് പോലും നീ എങ്ങനെയുള്ള വിശ്വാസം നിഷേധിച്ചിട്ടില്ല. ദൈവം തന്നെ ജനത്തിന്റെ പ്രശംസയായി പറയുന്നത്, സാത്താൻ പാർക്കുന്ന ഇടത്ത് തന്നെ, ദൈവജനം ഉപദ്രവിക്കപ്പെടുന്ന സ്ഥാനത്ത് തന്നെ ദൈവത്തിന് വേണ്ടി ധീരതയോടെ നിൽക്കുവാൻ ദൈവം നമ്മെ വിളിക്കുകയാകുന്നു. ദൈവത്തിന് വേണ്ടി ധൈര്യത്തോടെ നിൽക്കുവാൻ ദൈവം നമ്മെ ആഗ്രഹിക്കുകയാകുന്നു. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അതുകൊണ്ട് ദൈവജനം കഷ്ടപ്പെടുന്നുവെങ്കിൽ അതിന് പിന്നിൽ ദൈവം തന്റെ മക്കളെ ആദരിക്കുവാൻ, തനിക്ക് വേണ്ടി കഷ്ടപ്പെടുന്നവർക്ക് വേണ്ടി അധികം പ്രതിഫലം കൊടുക്കുവാൻ കർത്താവ് ശക്തനാകുന്നു. നമ്മുടെ കർത്താവ് യേശു ക്രിസ്തുവിന്റെ സുവിശേഷം അനുസരിക്കാത്തവർക്കും പ്രതികാരം കൊടുക്കുമ്പോൾ നിങ്ങളെ പീഡിപ്പിക്കുന്നവർക്ക് പീഡയും, പീഡ അനുഭവിക്കുന്ന നിങ്ങൾക്ക് ഞങ്ങളോടുകൂടി ആശ്വാസവും പകരം നൽകുന്നത് ദൈവസന്നിധിയിൽ നീതിയല്ലോ. ദൈവം തന്റെ മക്കളുടെ കഷ്ടങ്ങളിൽ ആശ്വാസം തരുന്നു. അവരുടെ കഷ്ടങ്ങൾക്ക് കർത്താവ് പ്രതിഫലം കൊടുക്കുന്നു. ഈ ദൈവത്തിൽ നമുക്ക് ധൈര്യപ്പെട്ട് മുമ്പോട്ട് നീങ്ങുവാൻ, കഷ്ടം അനുഭവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ഈ ഒക്ലോമ പ്രെയർ ലൈനായി ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. നമ്മുടെ കർത്താവ് രാജ്യത്വം ഏൽക്കുവാൻ പോകുന്നു. വെളിപ്പാട് പുസ്തകം 19-ാം അധ്യായത്തിന്റെ 6-ാമത്തെ വാക്യത്തിൽ നമുക്ക് ഇങ്ങനെ വായിക്കാൻ കഴിയുന്നു, അപ്പോൾ വലിയ പുരുഷാരത്തിന്റെ ഘോഷം പോലെയും പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലെയും തകർത്ത ഇടിമുഴക്കം പോലെയും ഞാൻ കേട്ടത്. ഹല്ലേലൂയ! സർവശക്തിയുള്ള നമ്മുടെ ദൈവമായ കർത്താവ് രാജ്യത്വമേറ്റിരിക്കുന്നു. നമ്മുടെ കർത്താവ് രാജ്യത്വമേൽക്കാൻ പോകുന്നു. നമ്മുടെ കർത്താവിന്റെ രാജ്യം സ്ഥാപിതമാകാൻ പോകുന്നു. കർത്താവ് പറഞ്ഞു, ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്, എങ്കിലും ധൈര്യപ്പെടുകയും ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. നമ്മുടെ കർത്താവിന്റെ ആശ്വാസം നമ്മളോട് നാം പ്രാർത്ഥിക്കുന്ന ഭൂമിയിലുള്ള എല്ലാ ദൈവമക്കളോടും, പീഡിപ്പിക്കപ്പെടുന്ന സഭകളോടും, കർത്താവിന്റെ വേലക്കാരോട് എപ്പോഴും ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഇന്ന് രാത്രികാലം ഇവിടെയുള്ള ദൈവജനത്തോട് ഒന്നിച്ച് അല്പസമയം എന്റെ സാക്ഷ്യത്തിൽ നിന്നും വചനത്തിൽ നിന്നും ഷെയർ ചെയ്യുവാൻ സമയം തന്ന ദേവദാസന്മാർക്ക് ദൈവജനത്തിന് നന്ദി. കർത്താവ് നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഞങ്ങളെയും അതുപോലെ ഇൻഡോറിലെയും മൗലിയും പ്രവർത്തനങ്ങളെയും മധ്യപ്രദേശിൽ പ്രത്യേകാലുള്ള വിഷയങ്ങളെയും ഭാരതത്തിന്റെ വിവിധ സ്ഥാനങ്ങളിൽ നടക്കുന്ന പ്രശ്നങ്ങളുടെ നടുവിലും ദൈവദിനം പ്രാർത്ഥിക്കണമേ. മൗലുള്ള ഞങ്ങളുടെ മകനും കുടുംബവും സഭാ ശുശ്രൂഷയിലായിരിക്കുന്നു, ചുറ്റുപാടും സുവിശേഷത്തിൽ വ്യാപൃതരായിരിക്കുന്നു.
ഞങ്ങളെയും ഈ വിഷയങ്ങളിലൊക്കെയും നിങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ വിരമിക്കുന്നു. കർത്താവ് സഹായിക്കട്ടെ.